ഹല്ലേലൂയ. ഞാനവിടെ ഇരിക്കുമ്പോൾ ഒരു ചിന്ത എൻ്റെ മനസ്സിലൂടെ പോയി. നമുക്ക് എന്നാ അസുഖമുള്ളപ്പോൾ നമ്മൾ എവിടെ പോവും? ഹോസ്പിറ്റലിൽ പോവും അല്ലേ? എന്നിട്ട് ഹോസ്പിറ്റലിൽ ആരെ കാണും? അവിടുത്തെ ലിഫ്റ്റ് ഓപ്പറേറ്ററാണോ കാണുക? നമ്മൾ അവിടുത്തെ വൈദ്യനാകുന്ന ഡോക്ടറെ കാണും. അപ്പോൾ നമുക്കറിയാം, നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ പോയാൽ ഒരു സൗഖ്യം കിട്ടുമെന്നുള്ള നമുക്കൊരു വിശ്വാസമുണ്ട്. ആ ഡോക്ടർക്ക് എനിക്ക് സൗഖ്യം തരാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോവും. പക്ഷെ നല്ല വിശ്വാസികൾ എന്ത് ചെയ്യുന്നറിയോ? അസുഖമുള്ളപ്പം പുതപ്പും മൂടി വീട്ടിൽ കിടന്നുറങ്ങും. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ രക്തസ്രാവമുള്ള സ്ത്രീ വൈദ്യനായ യേശുവിനെ അന്വേഷിച്ചു വന്നു അല്ലേ? തളർവാദിയായ ആ രോഗിയെ അവൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ്റെ സഹോദരന്മാരല്ലെങ്കിൽ കൂട്ടുകാർ 4 പേര് കൂടി അവനെ വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഇന്ന് പല വ്യക്തികളും ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ പറയുമായിരിക്കും, അപ്പം വചനം പഠിക്കുമ്പോൾ നമ്മുടെ ഇൻ്റലക്റ്റ് വളരെ കൂടും. ഞാൻ എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവം അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒഴിവൊക്കെ പറയും. പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ദൈവത്തിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട്, അവിടെ ദൈവത്തിൻ്റെ വളരെ ശക്തിയായ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം ഉണ്ട് എന്നൊക്കെ വിശ്വസിക്കുകയാണെങ്കിൽ അസുഖം എത്രയോ കൂടുന്നു അത്രയും കൂടുതൽ ദൈവത്തിൻ്റെ സന്നിധി വരണം അല്ലേ? ഇന്ന് പല വ്യക്തികളും ഒരു ചുമ അല്ലെ തുമ്മിയാൽ മതി, അപ്പം പിന്നെ അന്ന് വരികയില്ല. കാരണം എന്താണ്? തുമ്മിയാൽ നമുക്ക് അസുഖമാണ്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിച്ച് കേട്ട് മനസ്സിലാക്കി വിശ്വസിക്കുന്നു ഒരു സൈഡിൽ, പക്ഷേ നമ്മുടെ പ്രായോഗികമായ ജീവിതത്തിൽ ആ വചനം അനുസരിച്ചാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്? നോ. ദിസ് ഈസ് എ ട്രാജഡി, ദിസ് ഈസ് എ ഐറണിയോ. വളരെ വലിയ വിശ്വാസിയാണ്. യേശുവിനെ എനിക്ക് ഏത് ക്യാൻസർ ഉണ്ടെങ്കിലും സൗഖ്യം തരാമെന്ന്. അതിന് ഉദാഹരണമായിട്ട് ഒരു സ്ത്രീ ഷിനി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും റീറ്റയുടെ മെസ്സേജ് കിട്ടി കാണുമായിരിക്കും അല്ലേ? ഷിനി എന്ന് പറഞ്ഞ ആൾക്ക് ബ്ലഡ് ബോൺ മാരോ എന്നോ ക്യാൻസർ ആണെന്ന് സസ്പെക്റ്റ് ചെയ്ത് പ്രാർത്ഥന ഇവിടെ മാത്രമല്ല പല മേഖലകളിലും പ്രാർത്ഥിച്ചു. ഇന്നലത്തെ ഇതിനകത്ത് മെസ്സേജുണ്ട് അത് ക്യാൻസർ അല്ലാന്ന്. ഡോക്ടർമാർ നോക്കിയിട്ട് ക്യാൻസറിൻ്റെ ഒരു ഇതും കാണുന്നില്ല എന്ന്. അങ്ങനെ നമ്മൾ വിശ്വസിച്ച് ആമേൻ പറയും. പക്ഷേ എനിക്കൊരു ചുമ വന്നാലോ ഞാൻ വീട്ടിൽ കുത്തിയിരിക്കും. This is the problem with the believer. സഹോദര, ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ, പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം ശൂന്യമാണെന്ന്. നീ അവിടെ വല്ലോ അനാഥർക്ക് കൊണ്ടേ കൊടുക്കുന്ന ആ ഭക്ഷണമല്ല പ്രവൃത്തി. നീ നിൻ്റെ വചനം അനുസരിച്ച് വിശ്വസിച്ച് വചനത്തിൽ പറയുന്ന ആ സൗഖ്യദായകൻ്റെ അടുത്ത് വരുന്നത്, അവിടെ എത്ര സുഖമില്ലാതെ ആണെങ്കിൽ അവിടെ വരുന്നതാണ് ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. ഇത് മനസ്സിലാക്കണം. അപ്പോൾ സഹോദര, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മളുടെ ദൈവം. ആ വിശ്വാസം, യു മസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് യുവർ ഫെയ്ത്ത് ബൈ ആക്ഷൻ. ഇൻ്റലക്ച്വൽ ഫെയ്ത്ത് അല്ല ദൈവത്തിന് വേണ്ടത്. ഹലോ, അത് ഏത് തത്തയ്ക്ക് പോലും പറയാൻ പറ്റും ഇൻ്റലക്ച്വൽ. അല്ലെങ്കിൽ ഒരു ലൗഡ് സ്പീക്കർ അല്ല, CD പറയാൻ പറ്റും. ജോസിയാൻ എപ്പോഴും പറയല്ലേ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ നോട്ട്ബുക്ക് അവിടെ കാണും, പക്ഷെ നീ നരകത്തിലായിരിക്കും. കാരണം നോട്ട്ബുക്ക് അവിടെ കാണുന്നത് എഴുതിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ആ പുസ്തകം എങ്ങനെയാണ് നരകത്തിലേക്ക് വിടുന്നത്? പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മൾ വായിച്ച് മനസ്സിലാക്കി വിശ്വസിക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇറ്റ് മസ്റ്റ് ബി ഒരു, കാരണം ദൈവത്തിൻ്റെ വചനം പറഞ്ഞില്ലേ, ദിസ് ഹാസ് ബീൻ ഗിവൺ ഫോർ യു ആസ് എൻ ഇൻസ്ട്രക്ഷൻ, ആസ് എൻ എക്സാമ്പിൾ. ചെങ്കടലുണ്ടായിരുന്നു, പിളർന്നു. അത് എൻ്റെ ജീവിതത്തിൽ ഒരു മല വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെങ്കടൽ വരുമ്പോൾ അവിടെ അന്ന് പിളർന്ന അതേ പരിശുദ്ധാത്മാവാണ് എന്നിലുള്ളത് എന്ന് നമ്മൾ വിശ്വസിച്ച് അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അല്ലാതെ ഇറ്റ് ഇസ് നോട്ട് ഇൻ്റലക്ച്വൽ നോളജ് വിച്ച് ഗെറ്റ്സ് യു ടു ഹെവൻ. ഒരു പ്രയോജനം ഉണ്ടാകുകയില്ല. ഇന്ന് പല വിശ്വാസികളിലും ഇതാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ, ആർക്കും ഇടർച്ചയില്ലല്ലോ പറഞ്ഞുകൊണ്ട്. അവിടെ ഞാൻ ഇരുന്നപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടർച്ച ഉണ്ടാവുമോ? ഉണ്ടാകട്ടെ, അല്ലാതെ നമ്മൾ ഉള്ള കാര്യം പറയണ്ടേ. ഹല്ലേലൂയ. നൗ ലെറ്റ്സ് കം ടു ദി വേർഡ്. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വായിച്ചിരുന്നു, നമ്മൾ സന്തോഷിക്കണം, ആനന്ദിക്കണം. നമ്മൾ സന്തോഷിക്കുന്ന ആനന്ദിക്കും എപ്പോഴാണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കൊരു പ്രത്യാശ ഉണ്ടെന്ന്. നമ്മളുടെ ഈ കൊല്ലത്തെ ദൂതെന്താണ്? 1 കൊളോഷ്യൻസിൽ 1-ാമത്തെ അധ്യായം 27-ാമത്തെ വചനം എന്താ പറയുന്നത്? ക്രൈസ്റ്റ് ഇൻ മീ ഈസ് എ ഹോപ്പ് ഓഫ് ഗ്ലോറി.
അല്ലേ? നമ്മൾ വായിച്ചു കേട്ടു, ഹോപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ എനിക്ക് ഏറ്റവും മെച്ചമായ അവസ്ഥയല്ല, പക്ഷേ എനിക്ക് മെച്ചമായ അവസ്ഥയിലേക്ക് വരുവാനുള്ള ഒരു പ്രത്യാശയുണ്ട്. അത് എന്നിലുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ആ പ്രത്യാശയിലേക്ക്, എനിക്ക് പ്രത്യാശിക്കുന്ന ആ അവസ്ഥയിലേക്ക് വരാൻ പറ്റുമെന്നുള്ള വിശ്വാസം. ദാറ്റ് ഈസ് ക്രൈസ്റ്റ് ഇൻ മീ ഈസ് എ ഹോപ്പ് ഓഫ് ഗ്ലോറി. കാരണം ആ ക്രൈസ്റ്റ് ഇൻ മീ ഹോപ്പ് ഓഫ് ഗ്ലോറി എന്ന് വളരെ വ്യക്തമായിട്ട് ആ ഹോപ്പ്, പ്രത്യാശ ദൈവത്തിൻ്റെ വചനത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ദൈവത്തിൻ്റെ 1-2 വചനം പറയാം. സങ്കീർത്തനം 119, 147 ഒന്ന് വായിക്കാം സിസ്റ്ററെ. Psalm 119, 147. ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റു പ്രാർത്ഥിക്കുന്നു, നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. ആമേൻ. അപ്പോൾ ക്രൈസ്റ്റ് ഇൻ മീ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്രൈസ്റ്റ് ഇൻ മീ ഈസ് എ ഹോപ്പ് ഓഫ് ഗ്ലോറി എന്ന് പറയുന്നത് നമ്മൾ സങ്കല്പിക്കുന്ന ഒരു തരത്തിലുള്ള എന്തോ വലിയ ദൈവത്തിൻ്റെ ശക്തി. പലർക്കും ദൈവം എന്ന് പറഞ്ഞ ഒരു ശക്തിയാണ്, ഒരു വെളിച്ചമാണെന്നാ. ദൈവം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഐ വിത്ത് മീ. സോ അവിടെ പറയുന്നുണ്ട്, നിന്റെ വചനമെന്നുള്ളത് എനിക്ക് പ്രത്യാശ. അടുത്ത വചനം ശ്രമിച്ചേ, 148. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. അതല്ലേ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിച്ച് അതിനെക്കുറിച്ച് ധ്യാനിച്ച് നമ്മൾ അതിനെക്കുറിച്ച് അതിൻ്റെ നിന്നൊരു വെളിപാട് കിട്ടുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് എഫിഷ്യൻസ് പറയുന്നുണ്ടല്ലോ, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവ്. ആ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ഈ വചനത്തിൽ, ദൈവത്തിൻ്റെ വചനമാകുന്ന ഉടമ്പടിയിലുള്ള എന്തൊക്കെയാണ് ദൈവം എനിക്ക് നിങ്ങൾക്കും കരുതി വെച്ചിരിക്കുന്നത്, അതിൻ്റെ അളവ് എല്ലാം. കാരണം നമുക്ക് മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, മറ്റ് ദൈവവുമായിട്ട് ബന്ധമില്ലാതെ ഉള്ള വ്യക്തികൾക്ക് ദൈവത്തിനെക്കുറിച്ച് അറിയുകയില്ല. അതുകൊണ്ട് ദൈവം അവർക്ക് കരുതി വെച്ചിരിക്കുന്നതിനെക്കുറിച്ച് അവർ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടുമില്ല. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ അതിൽ ധ്യാനിച്ച് ദൈവത്തിൽ നിന്ന് ദൈവമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം പുലർത്തുകയാണെങ്കിൽ ദൈവം എനിക്ക് വെച്ചിരിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് കേൾക്കുവാനും കാണുവാനും അതിനെക്കുറിച്ചുള്ള ജ്ഞാനവും ദൈവം തരും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതല്ലേ ദൈവത്തിൻ്റെ സങ്കീർത്തനം 1-ാമത്തെ സങ്കീർത്തനം 2-ാമത്തെ വചനം പറയുന്നത്, ഹിസ് ഡിലൈറ്റ് ഈസ് ഇൻ ദ ലോ ഓഫ് ദ ലോർഡ് ഓൺ വിച്ച് ഹി മെഡിറ്റേറ്റ്സ് ഡേ ആൻഡ് നൈറ്റ്. അപ്പോൾ നമ്മളുടെ ജീവിതം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, പക്ഷേ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കാമെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഈ ലോകത്തിലെ ജീവിതം ഒരു ദിവസം നോക്കിയാൽ ഇറ്റ് ഇസ് 24/7 അല്ലേ, ഒരു ആഴ്ചയിലെ. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ എവിടെ ഏതൊരു ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തിരിയേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിലേക്കാണ്. അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ഞാൻ തിരിയുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, കൊറിന്ത്യസ് ലേഖനം 1-ാമത്തെ അധ്യായം 18-ാമത്തെ വചനം പറയുന്നുണ്ട്, എന്താണ്, കുരിശിനെ കുറിച്ചുള്ള സന്ദേശം. The message of the cross is foolish to those who don't believe, but to those who believe it is a power of God. വിശ്വസിക്കാത്ത ഏവർക്കും കുരിശിനെ കുറിച്ചുള്ള ആ ദൂത് ഭോഷത്വമാണ്, പക്ഷേ വിശ്വസിക്കുന്ന ഏവർക്കും അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ശക്തി, യു മസ്റ്റ് ഹാർനസ് ദ പവർ ഓഫ് ഗോഡ്. ഹലോ, നമുക്കറിയാമല്ലോ, യു ക്യാൻ ഹാർനസ് ദ വിൻഡ് എനർജി, യു ക്യാൻ ഹാർനസ് ദി സൺലൈറ്റ്, അല്ലെങ്കിൽ യു ക്യാൻ ഹാർനസ് ദി വാട്ടർ എനർജി, ദ കൈനറ്റിക് എനർജി. അതുപോലെ അതിനേക്കാൾ ഏറെ ശക്തിയായിട്ട് യു ക്യാൻ ഹാർനസ് ദി എനർജി വിച്ച് കംസ് ഓർ ദ പവർ ദാറ്റ് കംസ് ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്. കാരണം ആ ശക്തിയാണ് ഈ വിൻഡും ഈ വെള്ളത്തിനെയും ഈ എല്ലാത്തിനെയും താങ്ങുന്നത്. ഐ വിത്ത് മീ. ഹെബ്രായർക്കുള്ള 1-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം പറയുന്നുണ്ട്, ഈ അപ്പോൾസ് ഓൾ തിങ്സ് ബൈ ദ വേർഡ് ഓഫ് ഹിസ് പവർ. എല്ലാത്തിനെയും അവൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ താങ്ങുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. കാരണം ആ വചനത്തിൽ ഒറ്റ പറഞ്ഞപ്പോൾ വിളിച്ചുകൊണ്ടായി, അല്ലേ? അല്ലാതെ ഒരാൾക്കും അങ്ങനെ വിളിച്ചുകൊണ്ടാക്കാൻ പറ്റുകയില്ല. ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, ആ ദൈവത്തിൻ്റെ വചനത്തിൽ വേണം ഞാനും നിങ്ങളും ആശ്രയിച്ച് ജീവിക്കുവാനായിട്ട്. ഹല്ലേലൂയ. സങ്കീർത്തനം 27 1-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, ദ ലോർഡ് ഈസ് മൈ ലൈറ്റ് ആൻഡ് മൈ സാൽവേഷൻ, whom shall I fear? The Lord is the strength of my life. Of whom shall I be afraid? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മുടെ പക്കയുണ്ടെങ്കിൽ നമുക്കറിയാം. ദൈവത്തിൻ്റെ വചനം റോമാക്കുള്ള ലേഖനം 8-ാമത്തെ അധ്യായം സങ്കീർത്തനം 27:1 വായിച്ചേ. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ആമേൻ. കാരണം നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമുക്കറിയാം. റോമാക്കുള്ള ലേഖനം 8-ാമത്തെ അധ്യായം 31-ാമത്തെ വചനം എല്ലാവർക്കും അറിയാവുന്നതാണ്. ദൈവം നമ്മുടെ പക്കയെങ്കിൽ ആര് നമ്മുടെ എതിരെ വരും? തീർച്ചയായിട്ടും ആർക്കും വരാൻ പറ്റുകയില്ല. കാരണം ലോകത്തിലുള്ള ഏറ്റവും വലിയ ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനം. പലപ്പോഴും ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നത്, ദൈവം എനിക്ക് നിങ്ങൾക്കും ലോകത്തിലെ ജീവിതം നയിക്കാനായിട്ട് തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നിങ്ങൾക്കും വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 26-ാമത്തെ വചനം പറയുന്നുണ്ട്, ദാറ്റ് ഹി വിൽ ടീച്ച് യു
or he will reveal to you all that I have spoken. ഒന്ന് വായിച്ചേ. ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നിൽ ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് യേശു നമ്മളോട് സംസാരിച്ചിരുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളോട് സംസാരിച്ചിരുന്ന ഓരോ വചനത്തെക്കുറിച്ചും അനുസ്മരിച്ച് തരും. 14:26 ജോൺ. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയക്കുവാനിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും തരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ആ ദൈവത്തിൻ്റെ ദൈവം എന്നിൽ ഉണ്ടെങ്കിൽ എനിക്ക് എന്തെല്ലാം ശക്തിയാണ് അല്ലെങ്കിൽ കഴിവുകളാണ് അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു വെളിപാട് പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തരും, എന്നെ അനുസ്മരിപ്പിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ലോർഡ് ഇസ് മൈ ലൈറ്റ് ആൻഡ് മൈ സാൽവേഷൻ. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അനി അന്ധകാരത്തിലല്ല നടക്കേണ്ടത്, എനിക്ക് വെളിച്ചമുണ്ട്, എനിക്ക് എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റും. നമുക്കറിയാം, ആ ദൈവത്തിൻ്റെ വചനത്തിൽ പഴയ നിയമത്തിലെ ഒരു വചനത്തിൽ നമുക്കറിയാമല്ലോ, എലീശ പ്രവാചകൻ്റെ പുറകെ അല്ലേ ഒരു സൈന്യം വന്നപ്പോൾ എലീശ പ്രവാചകന് ആത്മീയ കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച് കാണാൻ പറ്റി. പക്ഷേ അവൻ്റെ വൃത്തിന് അത് കാണാൻ പറ്റിയില്ല. അപ്പോൾ ദൈവം എൻ്റെ വെളിച്ചമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം എനിക്ക് കരുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് ദൈവം ആത്മീയ കണ്ണുകൾ കൊണ്ട് കാണിച്ചു തരും. അതുകൊണ്ട് എനിക്ക് ഭയപ്പെടുകയില്ല. കാരണം അതാണ് പ്രവാചകൻ പറഞ്ഞു, നീ എന്തിനാണ് ഭയപ്പെടുന്നത്? നമ്മുടെ കൂടെ ഉള്ള സൈന്യം, ദൈവത്തിൻ്റെ സൈന്യം നമ്മുടെ എതിരെ വരുന്ന സൈന്യക്കാൾ ഏറെയാണെന്ന്. ദ ചാരിറ്റ്സ് ഓഫ് ഫയർ ദാറ്റ് ഈസ് സറൗണ്ടിങ് us is much greater. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എനിക്ക് ദൈവത്തിൻ്റെ വചനം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ ദൈവം എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് ഗ്രഹിക്കുവാൻ പറ്റുകയുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എഫെസ്യസ് 1-ാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കണം. നമ്മളുടെ ആത്മീയ കണ്ണുകൾ തുറന്നിട്ട് ആ ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ തിരഞ്ഞെടുപ്പിലുള്ള പ്രത്യാശ എന്താണെന്ന്. ഹലോ, ആ പ്രത്യാശ എഗെയിൻ ഹോപ്പ് ഓഫ് ഗ്ലോറി. കാരണം എന്താണ് ആ പ്രത്യാശ എനിക്കുള്ളത്? ദൈവം എന്നെ തിരഞ്ഞെടുത്തിട്ട് എനിക്ക് ദൈവത്തിൻ്റെ ശക്തിയാകുന്ന വചനങ്ങൾ തന്നിരിക്കുകയാണ്. എനിക്ക് ജീവിക്കുവാനായിട്ടും എൻ്റെ എതിരെ വരുന്ന എല്ലാ ശക്തികളുടെ മേലും ആധിപത്യം എടുക്കുവാൻ വേണ്ടിയും ദൈവം എനിക്ക് ദൈവത്തിൻ്റെ വചനം തന്നിട്ടുണ്ട്. ആ വചനം ഉള്ളതുകൊണ്ട് എനിക്ക് പ്രത്യാശയുണ്ട്. ഐ വിത്ത് മീ. അതുമാത്രമല്ല, ആ പ്രത്യാശ ഉള്ളതുകൊണ്ട് എനിക്ക് വചനം ഉൾക്കൊള്ളുവാനും അത് വിശ്വസിച്ച് ജീവിക്കുവാനും പറ്റുന്നത് കൊണ്ട് വചനത്തിൻ്റെ മഹിമ വെളിപ്പെടും. ഐ വിത്ത് മീ. അതുകൊണ്ടാണ് പറയുന്നത് ദാറ്റ്സ് ദി ഐസ് ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് മേ ബി എൻലൈറ്റൻഡ് ദാറ്റ് യു മൈറ്റ് 1 know what is the hope of the calling, 2 what is the glory which is to be revealed in the saints who are his inheritance. സോ ഒന്ന് വായിച്ചത്. അപ്പോൾ 2, എനിക്ക് ആ ദൈവത്തിൻ്റെ വചനം എനിക്ക് കിട്ടുമ്പോൾ എനിക്ക് അതിൽ നിന്നൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ ഉള്ളതുകൊണ്ട്, അത് വിശ്വസിച്ചതുകൊണ്ട് ആ വചനത്തിൽ നിന്ന് മഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ. വായിച്ചേ. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള പ്രത്യാശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. ആമേൻ. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമ്പോൾ ദൈവത്തിൻ്റെ വെളിച്ചമാണ്. ആ വെളിച്ചം കിട്ടുമ്പോൾ ദൈവം എനിക്ക് കരുതി വെച്ചിരിക്കുന്നതിനെക്കുറിച്ച് എല്ലാം എനിക്ക് ഗ്രഹിക്കാൻ പറ്റും. അത് ഗ്രഹിക്കാൻ പറ്റുമ്പോൾ എനിക്ക് ഭയമില്ല. കാരണം എന്താണ്? എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് സർവ്വശക്തനായ ദൈവമാണ്. ഹലോ, ഈ പ്രപഞ്ചത്തിൻ്റെ മുകളിൽ മുഴുവൻ ആധിപത്യമുള്ള ദൈവമാണ്. എഫെസ്യൻസ് 1-ാമത്തെ പറയുന്നത് പോലെ ദാറ്റ് he seated in the heavenlies far above every principality and power and dominion and might and every name that is named not only in this age but in the age to come. അങ്ങനെയുള്ള ആ ഉപവിഷ്ടനായ ദൈവമാണ് എൻ്റെ കൂടെ ഉള്ളത്. ഐ വിത്ത് മീ. അപ്പോൾ എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യം, അങ്ങനെ എനിക്ക് ആ ഉറപ്പുള്ളപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ദ ലോർഡ് ഇസ് മൈ ലൈറ്റ് ആൻഡ് മൈ സാൽവേഷൻ, ഹൂം ഷെൽ ഐ ഫിയർ? ദ ലോർഡ് ഇസ് എ സ്ട്രെങ്ത് ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവൻ്റെ ശക്തി അവനാണ്. കാരണം അവന് എന്നിലുള്ളത് കൊണ്ടാണ് എനിക്ക് ജീവിക്കാൻ പറ്റുന്നത്. അവൻ്റെ ശക്തിയിലും അവൻ്റെ വചനത്തിലും ആശ്രയിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വേറെ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് മാത്രമേ യോഹന്നാൻ്റെ ലേഖനം 1 John 4:4 പറയാൻ പറ്റുകയുള്ളൂ. 1 John 4:4 സാധാരണ എല്ലാവരും ഒരു വലിയ ആയുധമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഉണ്ടല്ലോ, ചെറിയൊരു ബുള്ളറ്റ് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നിലുള്ളവൻ പുറത്തുള്ളവനേക്കാൾ ശക്തിയുള്ളതാണ് ഡും. വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്നിലുള്ളവൻ പുറത്തുള്ളവനേക്കാൾ ശക്തിയുള്ളതാണ് ഡും. അത് സഹോദര, അതൊന്നും പ്രയോജനപ്പെടുകയില്ല. നിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനമുണ്ടോ, ദൈവത്തിൻ്റെ ശക്തിയുണ്ടോ? കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ഞാൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. ആ ദൈവത്തിൻ്റെ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി എന്നിലുണ്ടെങ്കിൽ എനിക്ക് പരാജയം തരാൻ പറ്റുന്ന ഒരു ശക്തിയും പുറത്തില്ല. ഐ വിത്ത് മീ.
അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നിൽ ഉള്ളപ്പോഴാണ് എനിക്ക് പറയാൻ പറ്റുക, എന്നിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ആത്മാവ് പുറത്തുള്ള എല്ലാ പിശാചിനേക്കാൾ ശക്തിയുള്ളതാണ്. സോ ഒന്ന് വായിച്ചത് 1 John 4:4. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചും ഇരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. ആമേൻ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ എന്താണ്, എനിക്ക് ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളാൻ പറ്റുമ്പോഴാണ്, അത് വിശ്വസിക്കാൻ പറ്റുമ്പോഴാണ് ആ മഹത്വം വെളിപ്പെടുന്നത്. ദാറ്റ് ഈസ് വൈ ദ വേർഡ് സേസ് ക്രൈസ്റ്റ് ഇൻ മീ ഈസ് എ ഹോപ്പ് ഓഫ് ഗ്ലോറി. ഒന്ന് പറയാമോ? ക്രൈസ്റ്റ് ഇൻ മീ ഈസ് എ ഹോപ്പ് ഓഫ് ഗ്ലോറി. ആമേൻ. സങ്കീർത്തനം 149:2 ഇങ്ങനെയാണ് പറയുന്നത്, ലെറ്റ് ഇസ്രായേൽ റിജോയ്സ് ഇൻ ദിയർ മേക്കർ, ലെറ്റ് ദ ചിൽഡ്രൻ ഓഫ് സയോൺ ബി ജോയ്ഫുൾ ഇൻ ദിയർ കിങ്. ഹല്ലേലൂയ. ഒന്ന് വായിച്ചത് Psalm 149:2. ഇസ്രായേൽ തന്നെ സൃഷ്ടിച്ചവനിൽ സന്തോഷിക്കട്ടെ, സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. ഇതിൽ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. എന്ന് വെച്ചാൽ ഇസ്രായേൽ അവനെ സൃഷ്ടിച്ചവനിൽ സന്തോഷിക്കട്ടെ. അവൻ നിന്നെ സൃഷ്ടിച്ചതാരാ? ഹലോ, നീ വല്ലോ ഏതോ ഒരു എന്നാ പറയുന്നത് ഒരു കുരങ്ങിൽ നിന്ന് വന്നതാന്ന് വെച്ചാൽ നിനക്ക് സൃഷ്ടാവില്ല. ഹലോ, പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഒരു കുരങ്ങാണ് നിൻ്റെ അപ്പൂപ്പൻ എന്ന് പറയുകയാണെങ്കിൽ നിനക്ക് സൃഷ്ടാവില്ല. അപ്പോൾ പല വ്യക്തികൾക്കും ഇത് ആനന്ദിക്കാനോ സന്തോഷിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ്? അവരുടെ സൃഷ്ടാവിനെ കുറിച്ച് അവർക്ക് അറിവില്ല. ഐ വിത്ത് മീ. കാരണം നീ എവല്യൂഷനിലാണ്. അല്ലെങ്കിൽ എവല്യൂഷൻ മലയാളത്തിൽ എന്താ പറയുന്നത്? അത് എല്ലാവർക്കും അറിയാമല്ലോ എവല്യൂഷൻ എന്ന് പറയുന്നത്. എവല്യൂഷൻ എന്ന് ചുരുക്കി പറഞ്ഞാൽ നിൻ്റെ അപ്പൂപ്പൻ ഒരു കുരങ്ങാണ് എന്ന് നീ വിശ്വസിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എവല്യൂഷൻ. അതിൽ നീ വിശ്വസിക്കുകയാണെങ്കിൽ നിനക്ക് നിൻ്റെ അപ്പനെ അറിഞ്ഞുകൂടാ. കാരണം എവല്യൂഷൻ ഈസ് എ പ്രോസസ് ഓഫ് നേച്ചർ. ഹലോ, നേച്ചർ എന്താ പറയുന്നത്? പ്രകൃതിയുടെ ഒരു ഇതാണ്. അങ്ങനെ എന്നാ കൊല്ലങ്ങൾ വന്നപ്പോൾ എന്നാ പറയുന്നത്, ഒരു കുരങ്ങുണ്ടായിരുന്നു. ആ കുരങ്ങിൽ നിന്ന് നീ ഉണ്ടായി. ഹലോ, അപ്പോൾ വേറെ അതിൻ്റെ ഇടയിൽ മധ്യ ആരുമില്ല. അങ്ങനെ വിശ്വസിക്കുന്നവർക്കുള്ള വചനമല്ല ഇത്. കാരണം അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ ശിഷ്ടാവൻ എന്ന് പറഞ്ഞൊരു വ്യക്തി, ഹലോ, സിസ്റ്റാവൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ലേ? നമ്മളുടെ ഒരു അപ്പൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ലേ? അതോ ഈ ലോകത്തുള്ള എല്ലാവരുമാണ് അപ്പൻ? നിൻ്റെ അമ്മ എന്ന് പറയുന്നൊരു വ്യക്തിയല്ലേ? അപ്പോൾ എൻ്റെ സിസ്റ്റാവെന്ന് പറയുന്ന എൻ്റെ അപ്പനെ എനിക്കറിയണം. അപ്പനെ അറിയാതെ, ഏതാ അപ്പൻ എന്നറിയാതെ നോക്കുന്ന അവർക്കുള്ള വചനമല്ല ഇത്. പക്ഷേ എനിക്ക് നിങ്ങൾക്ക് എൻ്റെ അപ്പനെ, എൻ്റെ സിസ്റ്റാവിനെ അറിയാമെങ്കിൽ ആ സിസ്റ്റാവിൻ്റെ സ്വഭാവം എനിക്കറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റാവിൽ എനിക്ക് ആനന്ദിക്കാനും സന്തോഷിക്കാനും പറ്റും. സോ ദർ ആർ ആക്ച്വലി 2 കാറ്റഗറീസ് ഓഫ് പീപ്പിൾ. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ആ സിസ്റ്റാവിനെ അറിയാം. കാരണം ദൈവത്തിൻ്റെ വചനം വെച്ച് നമ്മൾ വായിക്കുമ്പോൾ 2 ഇടങ്ങളിൽ ജീനിയോളജിയെ കുറിച്ച് പറയുന്നുണ്ട്. ഒരിടത്ത് പറയുന്നുണ്ട്, ഒടുക്കം പറഞ്ഞ് സൺ ഓഫ് ഗോഡ് എന്ന ആഡമിനെ കുറിച്ച് പറയുന്നത് അല്ലേ? അപ്പോൾ ആ തലമുറ തുടങ്ങുന്നത്, വംശവലി തുടങ്ങുന്നത്, ദൈവത്തിൻ്റെ മകനായ ആദാമുണ്ടായിരുന്നു, ആദാമിന് മക്കളുണ്ടായിരുന്നു, അങ്ങനെ വന്നിട്ട് ആ വംശാവലി അവിടെ ഇരിക്കുന്നുണ്ട്. മറ്റേ വംശാവലിയെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വചനം തന്നെ വളരെ വ്യക്തമായിട്ട് വംശാവലി പറയുന്നുണ്ട്. ആഡം ഈസ് എ സൺ ഓഫ് ഗോഡ്. ആർക്കെങ്കിലും ആ വചനം അറിയാവോ? ഇറ്റ് ഇസ് ഐദർ ഇൻ മാത്യു ഓർ ഇൻ ദ ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 3. അധികം പോകണ്ട, നമുക്ക് 38-ാമത്തെ വചനം വായിച്ചാൽ മതി. The son of, that is Cain, the son of Enosh, the son of Seth, the son of Adam, the son of God. So അവസാനത്തെ 38 വായിച്ചേ. That is Luke 3:38. ഏനോശ് ശേത്തിൻ്റെ മകൻ, ശേത്ത് ആദാമിൻ്റെ മകൻ, ആദാം ദൈവത്തിൻ്റെ മകൻ. ആമേൻ. അപ്പോൾ അവിടെ വംശാവലി വളരെ വ്യക്തമായിട്ട് സ്ഥാപിച്ചു അല്ലേ? കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ദൈവം പൂഴിയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കി. ആ മനുഷ്യൻ്റെ ആദ്യം ഉണ്ടാക്കിയ മനുഷ്യൻ്റെ പേര് ആദാം എന്നായിരുന്നു. ആദാമിനെ സൃഷ്ടിച്ചത് യേശുവിൻ്റെ ചായലും സാദൃശ്യത്തിലുമാണ്. ദൈവത്തിൻ്റെ മകനായിട്ടാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആദാമിൻ്റെ അപ്പൻ എന്നാ ദൈവമാണ്. അങ്ങനെ ആദാമിൻ്റെ ആ വംശാവലിയിൽ വരുന്നത് കേട്ടോ. ഏത് കുരങ്ങിൻ്റെ അല്ലെങ്കിൽ കരിമന്തിയുടെ വംശത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആദാമിൻ്റെ വംശാവലിയിൽ വരുന്ന വ്യക്തിക്ക് അവൻ്റെ സൃഷ്ടാവിനെ അറിയാം. അവൻ്റെ സൃഷ്ടാവിനെ അറിയാവുന്നത് കൊണ്ട് അവന് സന്തോഷിക്കുന്നുണ്ട്. കാരണം അവനറിയാം അവൻ്റെ സൃഷ്ടാവ് ദൈവമാണെന്ന്. ഐ വിത്ത് മീ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത് അവൻ്റെ സൃഷ്ടാവിനെ. കാരണം നേരത്തെ എന്നാ പറയുന്നത്, ഒരു അറിവില്ലാതെ ഒരു ഭയത്തിൽ ജീവിച്ച വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് റോമാർക്കുള്ള 8-ാമത്തെ അധ്യായം 15-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നിനക്ക് തന്നിരിക്കുന്നത് ഒരു ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, പക്ഷേ
എന്താണ് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയും ആ ആത്മാവ് വഴി എനിക്ക് കിട്ടിയിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് എൻ്റെ സൃഷ്ടാവിനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ഒരു കഴിവും സ്വാതന്ത്ര്യവും ദൈവം തന്നിട്ടുണ്ട്. അയ്യുന്നി, ദിസ് ഈസ് എ റെവലേഷൻ നോളജ്. ദൈവം പറയുന്നത് എന്താണ്, എനിക്ക് നേരത്തെ എൻ്റെ സൃഷ്ടാവ് ആരാന്ന് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഭയത്തിലാണ് ജീവിച്ചത്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഭയത്തിൻ്റെ ആത്മാവിനെ മാറ്റിയിട്ട് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെ ആത്മാവിനെ ദൈവം എനിക്ക് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ആ ആത്മാവ് വഴി എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് എൻ്റെ സൃഷ്ടാവ് ആരാണെന്ന്. ആ സൃഷ്ടാവ് ദൈവമായതുകൊണ്ട് എനിക്ക് ആനന്ദിക്കാനും സന്തോഷിക്കാനും അവകാശമുണ്ട്. പിന്നെ ആ ദൈവവുമായിട്ട്, ആ സൃഷ്ടാവുമായിട്ട് ഒരു ബന്ധം പുലർത്തി ആ സൃഷ്ടാവിനെ ഞാൻ അബ്ബാ പിതാവേ എന്ന് വിളിക്കുകയാണ്. കാരണം എനിക്ക് എൻ്റെ ജഡികമായ അപ്പനെ എന്ത് സ്വാതന്ത്ര്യത്തോടു കൂടി അപ്പ എന്ന് വിളിക്കാമോ, അതേ സ്വാതന്ത്ര്യത്തോടു കൂടി എൻ്റെ ആത്മീയ സൃഷ്ടാവ് ഈസ് എ സ്പിരിച്വൽ ക്രിയേറ്റർ, നോട്ട് ഈ ജഡത്തിലല്ല, ആത്മീയ അപ്പനാകുന്ന ആ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. ദിസ് ഇസ് എ ഡിഫറൻസ്. അങ്ങനെ അറിയുമ്പോഴാണ് ഞാൻ ഭയപ്പെടുകയില്ല. അപ്പനെ അറിയുന്നതിന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഹലോ, ഒന്ന് വായിക്കാമോ അത്? ദാറ്റ് ഇസ് റോമൻസ് 8:15. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് പ്രാപിച്ചത്. ആമേൻ. അതുകൊണ്ടാണ് രണ്ടാമത്തെ ആ സങ്കീർത്തനം 149:2 രണ്ടാമത്തെ പോർഷൻ, സോ ലെറ്റ് ദ ചിൽഡ്രൻ ഓഫ് സയോൺ ബി ജോയ്ഫുൾ ഇൻ ദിയർ കിങ്. അവിടെ രാജാവിൽ അവർ സന്തോഷിക്കട്ടെ. കാരണം എന്താണ്, അവർക്കറിയാം ആ രാജാവ് രാജാതി രാജനും കർത്താതി കർത്തനുമാണെന്നുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് നമ്മുടെ വംശാവലി വെളിപ്പെട്ട് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾക്ക് എന്ത് സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഐ എം ഓഫ് ദ റോയൽ ലീനിയേജ്. ഐ വിത്ത് മീ കുരങ്ങിൻ്റെ ലീനിയേജ് അല്ല, ഞാൻ ദൈവത്തിൻ്റെ ലീനിയേജിലാണെന്നുള്ള ആ അറിവിൽ. അതുകൊണ്ടാണ് എനിക്ക് സന്തോഷിക്കാൻ അവകാശമുണ്ട്, ഭയപ്പെടുകയില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനം 23:1 പറയുന്നത്, കർത്താവ് എൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. കാരണം എന്താ, എൻ്റെ ഇടയൻ രാജാതിരാജനാണ്, എൻ്റെ ഇടയൻ കർത്താതി കർത്തനാണ്. അവന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അവൻ സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ അവൻ്റെ കാലിൻ്റെ കീഴിലാണ്. ഞാൻ അവൻ്റെ കൂടെയാണ് ഇരിക്കുന്നത്. എല്ലാത്തിൻ്റെ മുകളിൽ ആധിപത്യം കൽപ്പിച്ച് ഇരിക്കുന്നത്. എഫീഷ്യൻസ് 2:6 അങ്ങനെ പറയുന്നത്, അവൻ്റെ കൂടെയാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ എതിരെ വരുന്ന എല്ലാ ശക്തികളും എൻ്റെ കാലിൻ്റെ കീഴിലാണ്. യേശുവിൻ്റെ കാലിൻ്റെ കീഴിലായതുകൊണ്ട് എൻ്റെയും കാലിൻ്റെ കീഴിലാണ്. കാരണം എന്താണ്, സഭയുടെ കാലിൻ്റെ കീഴിലാണ്. യേശു സഭയുടെ ശിരസ്സും നമ്മളെല്ലാവരും അവയവങ്ങളാണ്. ആ ദൈവത്തിൻ്റെ പൂർണ്ണത വരുന്നത് എന്താണ്, ദൈവത്തിൻ്റെ സഭയിലാണ്. അപ്പോൾ യേശു എല്ലാ ശക്തികളുടെയും നാമത്തിൻ്റെയും മുകളിലാണ് ആധിപത്യം കൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ സഭയും ഇരിക്കുന്നത് അവിടെ തന്നെയാണ്. ഐ വിത്ത് മീ, ദിസ് ഇസ് വാട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ അറിയുമ്പോഴാണ് എനിക്ക് ദൈവത്തിൽ പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ ഉള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മഹിമ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വെളിപ്പെടുകയും ചെയ്യും. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. എന്നെ തകർക്കാൻ ശത്രുവിൻ കരം എൻ്റെ മേലുയർന്നാലും ഉറ്റവർ പോലും
ശത്രുക്കൾ പോലെ എൻ്റെ നേരെ തിരിഞ്ഞെന്നാലും എന്നെ തകർക്കാൻ ശത്രുവിൻ കരം എൻ്റെ മേലുയർന്നെന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എൻ്റെ നേരെ തിരിഞ്ഞെന്നാലും ഇല്ല ഇല്ല തളരുകയില്ല, ഇല്ല ഇല്ല തളരുകയില്ല. എൻ്റെ യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. പ്രതികൂലക്കട്ടന്മേലടിച്ചിടിലും എൻ്റെ ഉള്ളം തലയിടിലും ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച ഏവരും മാടിലും. പ്രതികൂലക്കട്ടന്മേലടിച്ചിടിലും എൻ്റെ ഉള്ളം തലയിടിലും